നമസ്കാരം. സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമലയിലെ ഏറ്റവും ചെലവേറിയ വഴിപാടാണ് പടിപൂജ. മുൻപ് 12 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് നടത്താറുണ്ടായിരുന്നുള്ളൂ. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പടിപൂജ ഉണ്ടായിരിക്കില്ല. മകരവിളക്ക് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഉത്സവമാസ പൂജകളിലും ഓണം, വിഷു തുടങ്ങിയ വിശേഷങ്ങൾക്കും ക്ഷേത്രനട തുറന്നിരിക്കുന്ന അവസരങ്ങളിലുമാണ് പടിപൂജ നടക്കുക. സന്ധ്യ ദീപാരാധന കഴിഞ്ഞാൽ ക്ഷേത്ര തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഓരോ പടിയും വിളക്കും പൂജാ നിവേദ്യങ്ങളും അർപ്പിച്ച് മന്ത്രങ്ങൾ ഉച്ചരിച്ചാണ് പൂജ നടത്തുന്നത്. പടിപൂജ ദർശിക്കുന്നത് സുഹൃതമായി ഭക്തർ കരുതുന്നു. 30 നിലവിളക്കുകൾ, 18 നാളികേരങ്ങൾ, 18 കലശങ്ങൾ, 18 പുഷ്പങ്ങൾ എന്നിവയൊക്കെ പടിപൂജയിൽ ഉപയോഗിക്കുന്നു. നിലവിളക്ക്, പുഷ്പങ്ങൾ, കർപ്പൂരദീപം, സുഗന്ധധൂപങ്ങൾ, പൂമാലകൾ, കലശം, പട്ട് മുതലായവ 18 പടികളിലും സമർപ്പിച്ച് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. സകല ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള നേർച്ചയായിട്ടാണ് പടിപൂജ ചെയ്യുന്നത്. ക്ഷേത്ര തിരുമുറ്റത്തേക്കുള്ള 18 പടികൾക്ക് മറ്റൊരു ക്ഷേത്രത്തിനും ഇല്ലാത്ത പ്രാധാന്യം ശബരിമലയിലുണ്ട്. ശബരിമലയിലെ പ്രതിഷ്ഠയ്ക്ക് സമാനമായ പ്രാധാന്യമുള്ളതാണ് സന്നിധാനത്തേക്കുള്ള 18 പടികൾ. പ്രതിഷ്ഠയിലേതെന്നതുപോലെ ഓരോ പടിയിലും ദൈവ ചൈതന്യം ആവാഹിച്ചിട്ടുണ്ട്. പൂങ്കാവനത്തിലെ 18 മലകളെയാണ് 18 പടികൾ പ്രതിനിധാനം ചെയ്യുന്നത്. ശബരിമല, പൊന്നമ്പലമേട്, നാഗമല, ഗൗഡർമല, സുന്ദരമല, ഖൽജിമല, ചുറ്റമ്പലമല, മയിലാടുംപേട്ട, മാതങ്കമല, ദേവർമല, നിലയ്ക്കൽമല, ശ്രീപാദമല, തലപ്പാറമല, കരിമല, നീലിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല എന്നിവയാണവ. ഇവിടെ ഓരോ പടിയിലും ഓരോ മലദൈവത്തെ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഓരോ പടിയെയും ഓരോ മലയായി സങ്കല്പിച്ച് 18 പടികൾ കയറി കഴിയുമ്പോൾ 18 മലകളും കയറി എന്നതാണത്രേ പ്രധാനപ്പെട്ട സങ്കല്പം. ഇതിനു പുറമെ 18ാം പടിയിലെ ആദ്യ 5 പടികൾ പഞ്ചഭൂതങ്ങളെയും, 6 മുതൽ 9 വരെ പടികൾ മനുഷ്യന്റെ കാമേന്ദ്രിയങ്ങളെയും, 10 മുതൽ 15 വരെ ജ്ഞാനേന്ദ്രിയങ്ങളെയും, 16 മനസ്സിനെയും, 17 ബുദ്ധിയെയും, 18ാമത്തെ പടി ജീവാത്മഭാവത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പറയുന്നു. ഈ 18 പടികളും കയറി ജീവിതത്തിലെ വ്യാമോഹങ്ങളെ, ധർമാധർമ്മ കാമമോഹങ്ങളെ തന്റെ വഴുതിയിലാക്കിയ ഒരാളിന് മാത്രമേ സ്വാമിയുടെ പുണ്യദർശനത്തിന് അർഹനാകുന്നു എന്നാണ് സങ്കല്പം. ഇന്ന് പടിപൂജ വഴിപാടായി നടത്താൻ ഒരാൾക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ദേവസ്വത്തിൽ അടയ്ക്കുന്ന തുകയ്ക്ക് പുറമെ പൂജയ്ക്ക് ആവശ്യമായ പൂക്കളും പട്ടും നാളികേരവും മറ്റ് വഴിപാടിനുള്ള ചാർത്ത് അനുസരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കണം. പടികൾ കഴുകി അവയുടെ മുകളിൽ നിന്ന് താഴേക്ക് പട്ട് വിരിച്ച് പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. പടിയുടെ ഇരുവശത്തും ഓരോ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നു. ഓരോ പടിയിലും നാളികേരവും പൂജാ സാധനങ്ങളും വെക്കുന്നു. 18ാം പടിക്ക് താഴെ പത്മമിട്ട് 18 കലശം പൂജിച്ച് ഓരോ പടിയിലും പീഠപൂജയും മൂർത്തി പൂജയും നടത്തുന്നു. കലശാഭിഷേകം ചെയ്ത ശേഷം നിവേദ്യം നടത്തുന്നു. പിന്നീട് നിവേദ്യം ശ്രീകോവിലിൽ അയ്യപ്പന് സമർപ്പിച്ച ശേഷം കർപ്പൂരാരതി ഒഴിയുന്നു.